സ്വാഗതം കേട്ടോ. നമുക്ക് എല്ലാവർക്കും നമ്മൾ താമസിക്കുന്ന നാടിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയണ്ടാവും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് മരോട്ടിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ ഗ്രാമത്തെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഈ മരോട്ടിച്ചാലിനെ നമുക്കൊരു പദസൂര്യനായിട്ട് കാണാൻ പറ്റും. പദസൂര്യൻ മരോട്ടിച്ചാൽ സെൻറ്റർ ഭാഗത്താണെങ്കിൽ, ഹൃദയ ഭാഗത്താണെങ്കിൽ നാനാദിക്കിലേക്കും വഴികൾ പോകുന്നുണ്ട്. ഒരു രാഗം റോഡ്, ഒരു കള്ളായിക്കുന്ന് റോഡ്, ഒരു നേതാജി റോഡ്, ഒരു പള്ളിത്താഴ റോഡ്, അങ്ങനെ കുറേയേറെ റോഡുകൾ മരോട്ടിച്ചാലിലേക്ക് വന്നു ചേരുന്നുണ്ട്. മരോട്ടിച്ചാൽ ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്താണ്. പിന്നെ മരോട്ടിച്ചാൽ സമ്പൂർണ്ണ ജസ് ഗ്രാമമാണ്. പിന്നെ മരോട്ടിച്ചാലിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു നല്ല ഒരു UP സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. LP UP സ്കൂൾ. അത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരക്കുട്ടികൾ വരെ ഇപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ മരോട്ടിച്ചാലിൻ്റെ ഹൃദയഭാഗത്തെ ടച്ച് ചെയ്തിട്ട് ഒരു കൊച്ചു തോട് ഒഴുകുന്നുണ്ട്. ആ തോട്ടിലൊരു പാലമുണ്ട്, ബസ്സൊക്കെ പാസ് ചെയ്യുന്ന ഒരു പാലം. ഈ മലയോര ഹൈവേ വരുന്നതിന് ഭാഗമായിട്ട് ഈ പാലം കുറച്ച് പ്രശ്നങ്ങളെ ഒക്കെ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മലയോര ഹൈവേ വരുമ്പോൾ പാലം അടിപൊളിയാവും. നല്ലൊരു പാലം ജനങ്ങൾക്ക് തുറന്നു കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ടൂറിസം മേഖലയാണ് മരോട്ടിച്ചാൽ. ഇലഞ്ഞിപ്പാറ, ഓലക്കയം, വെള്ളച്ചാട്ടം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ റിസോർട്ടുകളൊക്കെ ഇവിടെ പണി തീർത്തിട്ടുണ്ട്, ഒക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പുത്തൂർ മൃഗശാല വരുന്നതോട് കൂടിയിട്ട് ഈ ചിമ്മിനി ഡാമും ഈ മൃഗശാലയൊക്കെ തമ്മിലൊരു ബന്ധം വരും. അപ്പോൾ ഇലഞ്ഞിപ്പാറ, ഈ ഓലക്കായും വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ആയിട്ടൊരു പരസ്പര ബന്ധത്തിൽ കൂടിയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള പോക്ക്. അപ്പോൾ അതിൻ്റെ മൃഗശാല ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല എങ്കിലും പണികളും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. മൃഗങ്ങളൊക്കെ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മൃഗശാല അവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ നാട് ഭയങ്കരമായിട്ട് പുരോഗമിക്കും. പിന്നെ 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 പിന്നെന്താ പറയുക, ഞാൻ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഒരു UP സ്കൂളുണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഈ മലയോര ഗ്രാമത്തിൽ ഒരു 7 അംഗൻവാടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുക്കിലും മൂലയ്ക്കൊക്കെ ആയിട്ട് ഒരു 7 അംഗൻവാടികൾ. പിന്നെ 3 വാർഡുകൾ തമ്മിൽ യോജിക്കുന്നതാണ് മരോട്ടിച്ചാൽ. 8, 9, 10 അങ്ങനെ 3 വാർഡുകൾ തമ്മിൽ യോജിക്കുന്ന ഒരു ഗ്രാമമാണ് മരോട്ടിച്ചാൽ. പിന്നെ മരോട്ടിച്ചാലിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ കാടാണ്. വന്യമൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വന്ന് ശല്യം ചെയ്യുന്ന ആനയൊക്കെ ഒരുപാടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് കിഴക്ക് ഭാഗം. പിന്നെ വരന്തരപ്പള്ളി, തൃക്കൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൂടാതെ പിന്നെ എന്താ പിന്നെ പറയേണ്ട കാര്യം, ഇന്നിപ്പോൾ ഞാൻ ഈ മരോട്ടിച്ചാലിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക പള്ളിയിൽ അടിപൊളിയായിട്ട് പെരുന്നാൾ നടക്കും. ഇന്നലെ അമ്പായിരുന്നു. ജാതി മതഭേദമന്യേ എല്ലാ വീടുകളിലും, മുസ്ലിംസ് കുറവാണ് നമ്മുടെ നാട്ടിൽ, ഹിന്ദുസിൻ്റെ വീട്ടിലൊക്കെ അമ്പ് കയറ്റുന്നുണ്ട്. അങ്ങനെ ഇന്നലെ അമ്പ് പെരുന്നാളായിരുന്നു. ഇന്നിപ്പോൾ ഗാനമേളയോട് കൂടിയിട്ട് നമ്മുടെ പെരുന്നാൾ തകർക്കുന്നുണ്ട്. ഞാൻ പോയില്ല, പറഞ്ഞ് പറ്റാതിരിക്കല്ലേ, അതുകൊണ്ട്. പിന്നെ മരോട്ടിച്ചാലിൽ ഈ പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഞാനിത് പറയാൻ പറഞ്ഞില്ലേ, ഒരു 9 പള്ളികളുണ്ട് മരോട്ടിച്ചാലിൽ. 9 പള്ളികളുണ്ട്. ഒരു അമ്പലമുണ്ട്. അമ്പലം നമ്മുടെ സ്ഥലത്താണ്, കള്ളായിക്കുന്നതാണ്, മഹാദേവൻ്റെ അമ്പലമാണ്. ബാക്കിയെല്ലാം ഈ 9 ദേവാലയങ്ങളും ക്രിസ്ത്യൻസിൻ്റെ. മുസ്ലിംസിൻ്റെ ദേവാലയങ്ങളില്ല. മുസ്ലിംസ് ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് മരോട്ടിച്ചാലിൽ. ഉണ്ടെങ്കിൽ തന്നെ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഓരോ വീടുകളുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 9 പള്ളികളിൽ 2 പെന്തക്കോസ്ത് ചർച്ചുകളും ഒരു മലങ്കര പള്ളികളും ഈ യാക്കോബായ പള്ളി വിഭജനം നടന്നിട്ട് വേറെ 2 കൂടി ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു 3 കാണാനുണ്ട്. ഒരു RC പള്ളിയുണ്ട്, ഒരു സുറായി പള്ളിയുണ്ട്, പിന്നെ പാറ പള്ളി എന്ന് പറഞ്ഞാൽ മരോട്ടിച്ചാൽ സെൻറ്ററിൽ തന്നെ പൊക്കത്ത് ഒരു പള്ളിയുണ്ട്. പിന്നെ ഞങ്ങളിങ്ങോട്ട് വരണ വഴിക്ക് കഴിഞ്ഞിട്ട് മരോട്ടിച്ചാലിൽ നമ്മുടെ ഈ റൂട്ട് ഇങ്ങോട്ട് തിരിയുന്ന ഭാഗത്തൊരു പള്ളിയുണ്ട്. അത് ഏത് സഭയുടെയാണെന്ന് എനിക്ക് അത്ര പിടുത്തില്ല. അതുപോലെ ഈ പാറേപ്പള്ളി
ഏത് സഭയാണെന്ന് ഞാൻ അത്ര അന്വേഷിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ 9 പള്ളികളും ഒരു അമ്പലവും ഉൾക്കൊള്ളുന്ന ഇത്രയും ദേവാലയങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലുണ്ട്. പിന്നെന്താ, പിന്നെ തൃശ്ശൂർക്ക് പോകാനായിട്ട് 2 റൂട്ട് ബസ്സുണ്ട്. ഒന്ന് മരോട്ടിച്ചാലിൽ നിന്ന് മാന്നാമംഗലം, പുത്തൂര്, ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, അങ്ങനെ ടൗണിലേക്ക്. നേരെ ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ മരോട്ടിച്ചാല്, വെള്ളാനിക്കോട്, ആലങ്ങാട്, മാവഞ്ചോട്, ആമ്പല്ലൂർ ജംഗ്ഷൻ എത്തിയിട്ട് തൃശ്ശൂർക്ക് പോകുന്ന, ഒല്ലൂർ ഓടിച്ച് തൃശ്ശൂർക്ക് പോകുന്ന, അങ്ങനെ 2 റൂട്ടും വന്നെത്തിച്ചേരുന്നത് നമ്മുടെ ഗ്രാമത്തിലാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം ഇതാണ് ഞങ്ങളുടെ മരോട്ടിച്ചാല്. അപ്പോൾ ഈ മരോട്ടിച്ചാലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ